കപ്പിത്താൻ കുറുവ സംഘത്തിൻ്റെ ഏകദേശ കണക്ക് ഇങ്ങനെയായിരിക്കും. തങ്ങളുടെ കയ്യിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് പോട്ടെ 25% അടിമകൾ, അയ്യപ്പ ഭക്തന്മാർ ഒരു 10%, 35. പിന്നെ ന്യൂനപക്ഷം എന്തായാലും ഒരു ഹജ്ജ് സംഗമം നടത്തിയാൽ 10, 45. പിന്നെ മലയാറ്റൂർ സംഗമം ഒരു 5, 50. പിന്നെ പുന്നല ശ്രീകുമാറെ, കത്തോലിക്കരെ, പെന്തോകളെ ഒരു 5, 55. കിട്ടി, മതി. വീണ്ടും 3-ാം തവണയും കാരണഭൂത സർക്കാർ അധികാരത്തിൽ. എങ്ങനെയുണ്ട് ഈ പൊത്തി? കേരളത്തിലെ ജനങ്ങളെ കാരണഭൂതൻ കരുതിയിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കണക്കുമായിട്ടാണ്. ഇനി ഹജ്ജ് സംഗമം, മലയാറ്റൂർ സംഗമം, അത് കഴിഞ്ഞ് അയ്യങ്കാളി സംഗമം, അത് കഴിഞ്ഞ് പെന്തോ സംഗമം, അടുത്ത മെയ് മാസത്തിനു മുൻപ് വരെ, ഏകദേശം ഏപ്രിൽ വരെ കേരളത്തിൽ മതസാമുദായിക സംഗമങ്ങളുടെ പൂക്കാലം.